തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി 74,800 പരം വോട്ടുകൾക്ക് ജയിച്ചത് കൃത്യമായി CPIM വോട്ട് മറിച്ചു കൊടുത്തതുകൊണ്ട് തന്നെയെന്ന് തെളിവുകൾ നിരത്തി പറയാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണങ്ങൾ നിരവധിയാണ്. പൂരം കലക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും കൃത്യമായ വിശദീകരണം ആവശ്യമാണ്. തീർച്ചയായും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, CPIM BJP അന്തർധാര അത് കൂടിക്കൂടി വരികയാണ്. അവർ തമ്മിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് കൈമാറുന്നത്. ആശയവിനിമയം എന്നതിൽ അപ്പുറത്തേക്ക് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട ഫോർമുലയെ പറ്റിയുള്ള ഡീലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് മുന്നോടിയായി പാലക്കാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ CPIM എല്ലാ രീതിയിലും സഹായം ചെയ്യും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നതായി കോൺഗ്രസ് പറയുന്നുണ്ട്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അതിനുവേണ്ടി പിണറായി വിജയൻ ഏതറ്റം വരെയും പോകും. പിണറായിയുടെ ലക്ഷ്യം എന്നത് സ്വന്തം മകളെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അതെല്ലാം പൂഴ്ത്തിവെക്കാൻ, അതല്ലെങ്കിൽ നിർത്തലാക്കാൻ, അതിനെ മരവിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ പിണറായി വിജയന് ഒരു മടിയുമില്ല. SNC ലാവ്ലിൻ കേസ് കോടതിയിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഇതിൻ്റെ ഉത്തമ തെളിവാണ് എന്നുള്ളതിൽ ആർക്കാണ് ഇത്ര സംശയം? നേരത്തെ K. മുരളീധരൻ പറഞ്ഞതുപോലെ ഈ ഡീല് ഏതൊക്കെ മേഖലയിലേക്ക് വ്യാപിക്കും എന്നതനുസരിച്ചിരിക്കും ഇനിയുള്ള ഇലക്ട്രൽ പെർഫോമൻസ്. പക്ഷേ മതേതര കേരളം ഒറ്റക്കെട്ടായി ഇവർ കാണിക്കുന്ന വഞ്ചനയ്ക്ക് തിരിച്ചടി കൊടുത്തിരിക്കും. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നാമാവിശേഷമായത് അതിൻ്റെ ഒരു കൃത്യമായ ഫലം തന്നെയാണ്. എന്നാൽ ഇടതുപക്ഷത്തിനെ ജയിപ്പിക്കാൻ BJP ശക്തമായി തുനിഞ്ഞിറങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല മേഖലകളിലും ബംഗാളിലായിരുന്നാലും ത്രിപുരയിലായിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മുന്നിൽ ഉദാഹരണം തന്നെയാണെന്ന് K. മുരളീധരൻ പറയുന്നുണ്ട്. BJPക്ക് സിലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ് അവരോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് മാത്രമാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടേക്ക് മാത്രമാണ് പണമൊഴുക്ക് നടത്തുന്നത്. അവിടെയാണ് അവർ വിജയിച്ച് വരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ്. അതിന് ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ CPIMുമായി ഡീൽ നടത്തുന്നത്. നമുക്കറിയാം, CPIയോ മറ്റേത് പാർട്ടിയുമായോ സഹകരിക്കാൻ ഒരിക്കലും BJPക്ക് കഴിയില്ല. പക്ഷേ CPIMുമായി സഹകരിക്കാൻ കഴിയും. നേരത്തെ LDF കൺവീനറായിരുന്ന EP ജയരാജൻ അതിൻ്റെ ഒരു ഏജൻ്റായിരുന്നു എന്ന് വ്യക്തമായതായി K. സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രിയും BJP നേതൃത്വം തമ്മിലുള്ള ഡീലിന് ഇടനില നിന്ന നിരവധിയായ പ്രമുഖരുടെ വിഷയം നമുക്ക് മനസ്സിലാകാം. ADGP അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പങ്കിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണെന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതിനെ നിസ്സാരവൽക്കരിച്ച് കളയാനും അതിനെ ഒരു രീതിയിലും പ്രാധാന്യമില്ലാത്തതാക്കി കളയാനും ബോധപൂർവം മാധ്യമങ്ങളിൽ തന്നെ ശ്രമം നടക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. മാധ്യമങ്ങളിൽ പിണറായിയുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന നിരവധിയായ മാധ്യമങ്ങൾ ഉണ്ട്. അവർ കൃത്യമായും അവരുടെ പണി തന്നെയാണ് ചെയ്യുന്നത്. അവർ പിണറായിയുടെ സ്നേഹവായ്പ ഏറ്റുവാങ്ങാൻ വേണ്ടിയുള്ള തന്ത്രപ്രധാനമായ നീക്കത്തിലാണ്. ഇത് മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത്.